ഈ ക്വസ്റ്റ്യൻ എ ടോയ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ കോൺ ഓഫ് റേഡിയസ് 3.5 മൗണ്ടഡ് ഓൺ എ ഹെമിസ്ഫിയർ ഓഫ് സെയിം റേഡിയസ്. ഓക്കെ, നേരത്തെ സിമിലർ ആണ്, പക്ഷെ ഇവിടെ ഒരു കോണാണെന്ന് മാത്രം. കോൺ അല്ലേ എൽമിയ? കോൺ എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ വരും? കോൺ. എൻ്റെ പിക്ചർ അത്ര ബ്യൂട്ടിഫുൾ ആയില്ല, കുറച്ച് വലുതാക്കി വരയ്ക്കുന്നതാണ് നമുക്ക് കുറച്ചുകൂടി നല്ലത്. ഓക്കെ, ഒരു കോൺ ഉണ്ട്, അതിന് താഴെയായിട്ട് ഒരു ഹെമിസ്ഫിയർ ഉണ്ട്, ഇത് എങ്ങനെ അല്ലേ? ശരിയല്ലേ? ഈ പോർഷൻ ഒരു സർക്കുലാർ പോർഷനാണ്. അങ്ങനെ ഒരു സർഫസ് ഇല്ല, ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണ്, അത് ബ്ലാങ്ക് ആണ്. ഓക്കെ, മനസ്സിലായി? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. കോണിനും ഹെമിസ്ഫിയറിനും ഒരേ റേഡിയസ് ആണ്, കണ്ടാൽ അറിയാം. റേഡിയസ് ആർ ഈസ് ഈക്വൽ ടു എത്രയാണെന്നാണ് പറയുന്നത്? 3.5 അല്ലേ എൽമിയ? റേഡിയസ് 3.5 ആണ്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഈ പോർഷനും 3.5 ആയിരിക്കും അല്ലേ? പറയാതെ തന്നെ അറിയാമല്ലോ, ശരിയല്ലേ? അതവിടുത്തെ കാണിക്കുന്നത് നല്ലതാ, ആവശ്യം വരും. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഹൈറ്റ് 15.5 ആണ് അല്ലേ? ശരിയല്ലേ? ടോട്ടൽ ഹൈറ്റ് 15.5 ആണെങ്കിൽ നമുക്ക് കുറച്ച് സ്റ്റെപ്പ് ഒഴിവാക്കിയാലോ? ഈ ഹൈറ്റ്, ഈ കോണിൻ്റെ ഹൈറ്റ് എത്രയായിരിക്കും പെട്ടെന്ന് പറഞ്ഞ് സ്റ്റെപ്പ് കുറച്ച് ഒഴിവാക്കാം. ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഈ എച്ച് പ്ലസ് 3.5 അതാണ് 15.5 അല്ലേ? ശരിയല്ലേ? 12 വരും. ഞാൻ ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ? അല്ലേ? അപ്പോൾ ടോട്ടൽ 15.5 ആയല്ലോ ഹൈറ്റ് ഓഫ് ദ ടോയ് അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? ടോട്ടൽ സർഫസ് ഏരിയ അല്ലേ? ശരിയല്ലേ? അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഔട്ട് സൈഡ് ഏരിയ ആണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഔട്ട് സൈഡ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ ടോയ്. അതന്നെ ഹെമിസ്ഫിയറിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ വരും. ഞാൻ നേരിട്ട് അങ്ങോട്ട് എഴുതിക്കോട്ടെ. ഹെമിസ്ഫിയറിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ 2πr² ആണ് അല്ലേ എൽമിയ? പ്ലസ് പിന്നെ കോണിൻ്റെ സർഫസ് ഏരിയ വരുന്നുണ്ട്, ശരിയല്ലേ? ഇല്ല, കോണിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ വരുന്നുള്ളൂ, മനസ്സിലായോ? കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ സർക്കുലർ പോർഷൻ എം ടി ആയിട്ട് കിടക്കുകയാണ് അല്ലേ? ശരിയല്ലേ? ഇവിടെ മെറ്റീരിയൽ ഇല്ല. ഈ സർക്കുലർ പോർഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നുമില്ല, സർഫസ് ഇല്ല, ശരിയല്ലേ? അത് എം ടി ആണ്, എം ടി ആയിട്ട് കിടക്കുക. മനസ്സിലായല്ലോ എൽമിയക്ക്? അപ്പോൾ കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ കോൺ വരുന്നുണ്ട്, അത് πrl ആണ്, ശരിയല്ലേ എൽമിയ? അപ്പോൾ ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താണ്? എൽ എന്താണെന്ന് അറിയില്ല അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഇത് ചെയ്തു വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എല്ലിൻ്റെ ആവശ്യമുണ്ടെന്നുള്ള കാര്യം. അപ്പോഴാണ് മനസ്സിലായത്. എൽ എന്ന് പറഞ്ഞാൽ സ്ലാൻ ഹൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ എല്ല് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കാണേണ്ട വരും, ശരിയല്ലേ എൽമിയ? എല്ല് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാനായിട്ട് പൈതഗോറസ് തിയറി യൂസ് ചെയ്യാമല്ലോ അല്ലേ എൽമിയ? എല്ലെന്തായാലും വേണം നമുക്ക് ചെയ്യണമെങ്കിൽ. അപ്പോൾ അറിയാം, എൽമിക്ക് മനസ്സിലായി. ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വന്നിട്ടുണ്ട്. പൈതഗോറസ് തിയറം പ്രകാരം എൽ ഈക്വൽ ടു √3.5² പ്ലസ് 12² ആണ് വരുന്നത് അല്ലേ? ഇത് ചെയ്തു വരുമ്പോൾ 3.5² 12.25ഉം ഇത് 144 ആണ്. 166 ആണ് അല്ലേ? 166 നമ്പറോ? അതന്നെ. യെസ്. നമ്പറുകൾ ഇതുപോലത്തെ വലിയ നമ്പർ മിക്ക ക്വസ്റ്റിനും വരും. 144ഉം 12.25ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 156.25 ആണ് വരുന്നത് അല്ലേ എൽമിയ? ഇതിൻ്റെ റൂട്ട് കാണാനായിട്ട് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എൽമിയക്ക്? ഇല്ല, ഞാൻ പറഞ്ഞുതരാം, ഒരു ഐഡിയ പറഞ്ഞുതരാം കേട്ടോ. ശ്രദ്ധിച്ചിരിക്കുക, ഭയങ്കര ഹാർഡാണിത് റൂട്ട് കാണാനായിട്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രയൽ ആൻഡ് എറർ നമുക്ക് ചെയ്തു നോക്കാം. ട്രയൽ ആൻഡ് എറർ എന്ന് പറഞ്ഞാൽ 156.25ൻ്റെ റൂട്ടാണ് കാണേണ്ടത് അല്ലേ? നമ്മൾ തൽക്കാലം പോയിൻ്റ് ഇല്ലാത്ത കുറച്ച് നമ്പറുകൾ പറ. കുറച്ച് ട്രയൽ ആൻഡ് എറർ ചെയ്ത് വരുമ്പോൾ 11² 121 ആണ് അല്ലേ? ശരിയല്ലേ? അതിനേക്കാളും സ്വല്പം കൂടുതലാണ് 156.25.
അപ്പോൾ നമ്മൾ കുറച്ചുകൂടി നിയറസ്റ്റ് ആക്കാൻ വേണ്ടി 12 സ്ക്വയർ ചെയ്ത് തന്നപ്പോൾ 144 ആണ് കിട്ടുന്നത് അല്ലേ, ശരിയല്ലേ? കുറച്ചും കൂടിയും 156ൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ 13 സ്ക്വയറിലോട്ട് പോയ സമയത്ത് 169 കിട്ടി നമുക്ക് അല്ലേ, ശരിയല്ലേ? അപ്പോൾ ഇത് 12നും 13 ഇടയ്ക്കാണ് എന്തോ ഒരു നമ്പറാണെന്ന് മനസ്സിലായി അല്ലേ, ശരിയല്ലേ? 0.25 ഉണ്ടെങ്കിൽ 12നും 13നും ഇടയ്ക്കുള്ളൊരു നമ്പറാണ് ഞാനിവിടെ എഴുതേണ്ടത്, അത് മനസ്സിലായി. 12നും 13നും ഇടയ്ക്കുള്ള നമ്പർ 12.5 ആയിട്ട് എഴുതാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ അതങ്ങനെ വരുള്ളൂ. കാരണം 0.25 അവസാനിക്കുന്ന ഒരു നമ്പറാണെങ്കിൽ അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 0.5 അവസാനിക്കൂ, അല്ലേ? അത് ഓർത്ത് വെച്ചാൽ മതി, എപ്പോഴും അങ്ങനെ വരുള്ളൂ. 0.25 അവസാനിക്കുന്ന ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടാൽ അത് 0.5 അവസാനിക്കും. ഓക്കെ, മനസ്സിലായോ? അത് പറയാൻ പറ്റില്ല, അത് ചെയ്ത് നോക്കേണ്ടി വരും. ഓക്കെ, അത് ചെയ്ത് നോക്കേണ്ടി വരും. 0.25ൻ്റെ കേസിൽ എപ്പോഴും ഇങ്ങനെ വരുള്ളൂ, മനസ്സിലായോ? അപ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങനെ എഴുതാൻ പറ്റില്ല. നമ്മൾ ഇങ്ങനെ ഇതുപോലെ ട്രയൽ ആൻഡ് എറർ നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. ഇതെന്ന് പറഞ്ഞാൽ 12നും 13നും ഇടയ്ക്കാണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ 12.5 ആയിരിക്കും. നമുക്കത് വേണമെങ്കിൽ സൈഡിലായിട്ട് 12.5 × 12.5 ചെയ്തിട്ട് ഇത് വരുന്നില്ലേ എന്ന് ഉറപ്പ് വരുത്താം വേണമെങ്കിൽ. ഓക്കെ എൽമിയ? പക്ഷെ ഞാനവിടെ കാണിക്കണില്ല, കാരണം എനിക്കറിയാം 12.5 ആണ് ആൻസർ എന്ന് കേട്ടോ. അപ്പോൾ എല്ല് കിട്ടി. അപ്പോൾ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് ഇതിൽ നിന്ന് വേണമെങ്കിൽ ഒരു πr കോമൺ ആയിട്ട് എടുത്താൽ കാൽക്കുലേഷൻ കുറച്ചുകൂടി എളുപ്പമാവും അല്ലേ, ശരിയല്ലേ എൽമിയ? അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിലും പൈ ഇട്ട് കൊടുക്കാൻ നിൽക്കണം, അത് ബുദ്ധിമുട്ടല്ലേ? പൈ കോമൺ ആണ്, ഒരു ആറും കോമൺ ആണ്. അപ്പോൾ ആദ്യത്തെ ടേമിൽ നിന്ന് πr പോയി കഴിഞ്ഞാൽ ആദ്യത്തെ ടേമിൽ 2r ആണ് ബാലൻസ് വരുന്നത്. രണ്ടാമത്തെ നിന്ന് πr പോയി കഴിഞ്ഞാൽ ബാക്കി എല്ലാണ് ബാക്കി വരുന്നത് അല്ലേ? പൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 22/7 ആണെന്ന് അറിയാം അല്ലേ എൽമിയ? 6 3.5 ആണ്. നമുക്ക് പോയിന്റ് വെച്ചിട്ടുള്ള ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനൊക്കെ പ്രയാസമായതുകൊണ്ട് വേണമെങ്കിൽ, നിർബന്ധമൊന്നുമില്ല കേട്ടോ, വേണമെങ്കിൽ 3.5നെ നമുക്ക് 35/10 എഴുതിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എൽമിയ? അതല്ലേ നല്ലത്. അല്ലെങ്കിൽ നമുക്ക് പോയിന്റ് വരുന്ന നമ്പറിനെ 7 വെച്ചൊക്കെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തെറ്റാനുള്ള സാധ്യതയുണ്ട്. ഇത് ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. 2r 2 × 3.5 ആയി മാറും. 2r becomes 2 × 3.5, that becomes 7. L എന്ന് പറഞ്ഞാൽ 12.5. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ബൈ 10 ആക്കി മാറ്റാം. ഇതൊന്ന് ആഡ് ചെയ്യണമല്ലോ ആദ്യം. ഇത്രയും ക്ലിയർ ആയില്ലേ എൽമിയക്ക്? അപ്പോൾ യെസ്, നമുക്ക് വെട്ടിക്കളയാനൊക്കെ ഇവിടെ ആൾക്കാരുണ്ട്. 7നും 35ൽ ഇപ്പോഴേ തന്നെ അങ്ങോട്ട് വെട്ടിക്കളയാം. 5 കിട്ടി. ആ 5ഉം അറിയാമല്ലോ, 5ഉം 10ലും വെട്ടിപ്പോയി, അതൊക്കെ അറിയാമല്ലോ എൽമിയക്ക് അല്ലേ? 7 35ൽ വെട്ടിപ്പോയി 5 ആയി. 5 10ൽ വെട്ടിപ്പോയപ്പോൾ താഴെ 2 കിട്ടി. താഴെ 2ഉം ഈ 22ഉം കൂടിയും 11 കിട്ടി. അങ്ങനെ പറഞ്ഞു പോയാൽ മതിയല്ലോ അല്ലേ എൽമിയ? പിന്നെ ഇവിടെ 7 + 12.5 വിൽ ബി 19.5 വരും. മനസ്സിലായോ എൽമിയക്ക്? ഡൗട്ടൊന്നുമില്ലല്ലോ? ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണ്ട. യെസ് കറക്റ്റാ. ഇതിൻ്റെ ആൻസർ 214.5 cm² ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ ഈ പ്രോബ്ലം എൽമിയക്ക്?